സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഒടുക്കം നമ്മുടെ സിദ്ധാർത്ഥൻ വീട്ടിൽ നടന്ന എല്ലാ കള്ളക്കളിയും, അതായത് നന്ദനും പ്രഭാവതിയും അവർ രണ്ടുപേരുമാണ് കെ നായരുടെ പ്ലാന്റ് അനുവദിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ഗൂഢാലോചനയ്ക്ക് ഏറ്റവും ശക്തമായിട്ട് കൂട്ടുനിന്നവർ. കെവിനും ഇസബെല്ലയും പറ്റി താൻ എന്താണ് തെറ്റിദ്ധരിച്ചു വെച്ചിരുന്നത്, അത് വെറും ഒരു തെറ്റിദ്ധാരണയല്ല, യാഥാർത്ഥ്യമാണെന്ന് സിദ്ധാർത്ഥൻ ചന്ദ്രോത്ത് മനസ്സിലാക്കുന്നു. താൻ അറിഞ്ഞ കാര്യം സത്യമാണോ എന്ന് പ്രഭാവതിയോട് ചോദിക്കുമ്പം പ്രഭാവതി മൗനമായിട്ട് നിൽക്കുന്നു. പക്ഷേ ദേവിക കള്ളം പറയില്ലെന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന സിദ്ധു ആണെങ്കിൽ തറപ്പിച്ച് ചോദിക്കുമ്പം സമ്മതിക്കുകയും ചെയ്യുന്നു. അതോടെ ഒന്നും മിണ്ടാതെ സിദ്ധു ആണെങ്കിൽ അകത്തേക്ക് പോകുന്നു. അതേസമയം നന്ദനാണെങ്കിൽ റൂമിലേക്ക് ചെന്ന് തന്നെ എന്തിനു ചതിച്ചു, ഒരിക്കലും ഈ സത്യം മറ്റാരുടെയും പറയില്ല എന്ന് വാക്ക് തന്നിട്ട് എന്തുകൊണ്ടാണ് അച്ഛനോട് ഈ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞതെന്ന് നന്ദനാണെങ്കിൽ വളരെ ശുഭിതനായിട്ട് ചോദിക്കുന്നു. എന്നാൽ ഇത്രയധികം അച്ഛൻ തന്നെ പരസ്യമായിട്ട് കുറ്റപ്പെടുത്തിയപ്പോഴും അപമാനിച്ചപ്പോഴും എല്ലാം കേട്ടുകൊണ്ട് മൗനമായിട്ട് നിന്നതേ ഉള്ളൂ പ്രഭാവതിയും അതുപോലെ നന്ദനും. എന്നാൽ അവൾ അങ്ങനെ ഒപ്പിട്ട് കൊടുത്തത് തനിക്ക് വേണ്ടിയിട്ടാണെന്നും തൻ്റെ ജോലിക്ക് വേണ്ടിയിട്ടാണെന്നും അങ്ങനെ ഒരു വാക്ക് പോലും അനുകൂലിച്ച് പറയാത്ത ഭർത്താവിനെ താൻ എന്തിനും സപ്പോർട്ട് ചെയ്ത് നിൽക്കണം, എന്നെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് കണ്ട് മൗനമായിട്ട് നിന്നപ്പോൾ എനിക്ക് സഹികെട്ട് പറഞ്ഞതാണെന്ന് ദേവികയാണെങ്കിൽ പറയുന്നു. ശരിക്കും പറഞ്ഞാൽ ദേവിക അങ്ങനെ പറയാൻ ഏറ്റവും വലിയ കാരണക്കാരി നമ്മുടെ ശാരിക തന്നെയാണ്. ശാരിക ദേവിയോട് തുറന്നു പറയുന്നുണ്ടായിരുന്നു, ചേച്ചിയുടെ മനസ്സിൽ എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ അത് ആര് കാരണമാണെന്ന് വെച്ചാൽ അവരോട് തുറന്നു പറയണം, ചേച്ചി തുറന്നു പറയാതിരിക്കുന്ന ഓരോ നിമിഷവും പ്രശ്നങ്ങൾ വഷളാകുമെന്ന് പറയുന്ന ആ ഒരു ഉപദേശം ശരിക്കും അക്ഷരം പ്രതി അനുസരിച്ചതിൻ്റെ പേരിനാണ് ദേവികയ്ക്ക് വലിയൊരു കുറ്റബോധവും കുറ്റഭാരവും ഒഴിഞ്ഞത്. അവൾ എന്തോ തെറ്റ് ചെയ്തെന്ന പേരിന് സിദ്ധാർത്ഥൻ ചന്ദ്രോത്ത് ഒരുപാട് കുറ്റപ്പെടുത്തുകയും വിഷമിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാകുന്നു, തൻ്റെ മരുമകളല്ല തെറ്റുകാർ, മകനും ഭാര്യയുമാണ് തെറ്റുകാരെന്ന് മനസ്സിലാക്കിയ സിദ്ധാർത്ഥനാണെങ്കിൽ നേരെ ഗിരീഷിനെ കാണാൻ പോകുന്നു. തൻ്റെ സംശയങ്ങളൊന്നും വെറും ഒരു സംശയമല്ലെന്നും ഏതോ ഒരു രൂപത്തിൽ കെവിനും ഇസബെല്ലയും നന്ദനെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് താൻ പറഞ്ഞത് തെറ്റല്ല, സത്യമാണെന്ന് ഇന്ന് താൻ തിരിച്ചറിഞ്ഞു എന്ന് പറയുമ്പം ഗിരീഷ് ചോദിക്കുന്നു, സാർ എന്താ പറഞ്ഞു വരുന്നത്, ദേവിക കുറ്റക്കാരിയല്ലെന്നാണോ, പിന്നെ എങ്ങനെ ആ പ്ലാന്റിന് ദേവി അനുവദിച്ചേ എന്ന് പറയുമ്പോൾ കെവിൻ കാരണം നന്ദനിലൂടെയും പ്രഭാവതിയിലൂടെയാണ് ദേവിയും കൊണ്ട് ആ ആവശ്യം കെ നായർ അംഗീകരിപ്പിച്ചത്. കെവിൻ കാരണമോ? അതെ, കെവിൻ കാരണമാണ് ആ പ്ലാന്റ് അനുവദിക്കാൻ നന്ദൻ ദേവിയോട് ശുപാർശ ചെയ്തെന്നാണ് പറഞ്ഞത്. ജോലിയിൽ എന്തൊക്കെയോ തിരിമറി ചെയ്തെന്നും സാമ്പത്തിക നഷ്ടം ഉണ്ടായെന്നും ഇടയ്ക്ക് വെച്ച് പറയുന്നത് കേട്ടിരുന്നു. പിന്നെ ആ നഷ്ടമൊക്കെ ഞാൻ സഹിച്ചോളാം, പ്രശ്നമില്ലെന്നൊക്കെ പറഞ്ഞ് ആ പ്രശ്നം ഒതുക്കി തീർക്കുകയും ചെയ്തതാ. ഗിരീഷിനറിയാമല്ലോ, ഇടയ്ക്ക് വെച്ച് പ്രേതത്തെ കണ്ട് ആത്മാവിനെ കണ്ടെന്നൊക്കെ പറഞ്ഞ് സെൻറ്റിയായിട്ട് നടന്നതും മാത്രമല്ല ആരുടെയും മിണ്ടാതെ നടന്ന ആ ഒരു സമയത്ത് ബിസിനസ് പ്രോബ്ലം ആണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എൻ്റെ മനസ്സിൽ ഇപ്പോൾ പല സംശയങ്ങളും തോന്നുന്നു. ബിസിനസ് പങ്കാളിയാക്കിയതും ബിസിനസ്സിലേക്ക് നന്ദനെ കൂട്ടിയതും ഇങ്ങനെ പല ലക്ഷ്യങ്ങളും മനസ്സിൽ വെച്ചിട്ടായിരിക്കുമോ? ഇനി എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ദേവിയും കൊണ്ട് അവർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്? എന്തായാലും നന്ദനിൽ കെവിൻ ചെലുത്തുന്ന സ്വാധീനവും ഇസബെല്ലയുടെ ആ ഒരു ഇൻഫ്ലുവൻസും എല്ലാം കൂട്ടി നോക്കുമ്പോൾ ഒരു MLAക്കായും കൂടുതൽ സ്വാധീനമാണ് കെവിനും ഇസബെല്ലയ്ക്കും ഉള്ളത്. ഇപ്പം ഗിരിയെ പുറത്തിറക്കാൻ ദേവി മാക്സിമം ശ്രമിച്ചു, ഒന്നും നടന്നില്ലല്ലോ. പക്ഷേ ഇസബെല്ല വിചാരിച്ചപ്പോൾ നിസാരം പോലെ ഇറക്കാൻ പറ്റി. അതിലെനിക്കും സംശയമുണ്ട്. പിന്നെ ആ സമയത്തുള്ള ദേഷ്യം കൊണ്ട് ദേവികയോട് അങ്ങനെയൊക്കെ സംസാരിക്കാനും പെരുമാറാനുമാണ് എനിക്ക് തോന്നിയത്. എന്തായാലും ദേവി കുറ്റക്കാരിയല്ലെന്ന് തിരിച്ചറിഞ്ഞതോടെ എനിക്ക് ദേവിയോടുള്ള പിണക്കമൊക്കെ മാറിയെന്ന് ഗിരീഷ് മാഷും പറയുന്നു. അപ്പം രജനിയും അമ്മയൊക്കെ സംഭവം അറിയുന്നുണ്ട്. അപ്പം പ്രഭാവതിക്ക് എങ്ങനെ മനസ്സ് വന്നു ഇങ്ങനെയൊക്കെ ദേവിയും കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കാൻ? ഒരു കാരണവശാലും ആ പ്ലാന്റിന് അനുമതി കൊടുക്കില്ല എന്ന് വാശി പിടിച്ച് നിന്ന ദേവിയെ കൊണ്ട് പ്രഭയും കൂടി പറഞ്ഞുകൊണ്ടല്ലേ ഒപ്പിട്ട് കൊടുത്തേ എന്ന് പറയുമ്പം അത്രമാത്രം എന്തെങ്കിലും അമ്മയ്ക്ക് വിഷമം തോന്നി, അല്ലെങ്കിൽ നന്ദൻ്റെ ഭാവിക്ക് ദോഷം വരുന്ന എന്തെങ്കിലും കാര്യമുണ്ടായിരിക്കും എന്ന് തോന്നിയതിൻ്റെ പേരിനായിരിക്കും എന്ന് രജനി ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് സിദ്ധു പറയുന്നുണ്ട്, മോളെ നീ ന്യായീകരിക്കണ്ട, ഇത്രയും നാൾ നീ ദേവിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നടന്നതല്ലേ, ദേവി കാരണമാണ് ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടായത്, നിൻ്റെ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തതുപോലും ദേവി കാരണമാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അതിനെല്ലാം കാരണക്കാരി നിൻ്റെ അമ്മയാണെന്ന് പറഞ്ഞപ്പം അതിന് മറ്റൊരു ന്യായീകരണമോ? ആര് തെറ്റ് ചെയ്താലും ക്ഷമിക്കാൻ പറ്റില്ല, തെറ്റ് ചെയ്തത് ഏതർത്ഥത്തിലാണെങ്കിലും അത് ഞാൻ വെളിച്ചത്ത് കൊണ്ടുവരുമെന്ന് വെല്ലുവിളിച്ച് പറയുന്നുണ്ട് നമ്മുടെ സിദ്ധാർത്ഥൻ. അതുപോലെ ഗിരിയും പറയുന്നു, ഇതിൻ്റെ പിന്നിൽ നടന്ന നിഗൂഢതകൾ, ഗൂഢാലോചന എന്താണെന്ന് കണ്ടുപിടിക്കാൻ ഞാനും സാറിനോടൊപ്പം കാണുമെന്ന് പറയുന്നു. അതേസമയം ശാരികയും ദേവിയെയും അങ്ങോട്ടും ഇങ്ങോട്ടും കോൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ ശാരിക ചോദിക്കുന്നു, ചേച്ചിയുടെ വിഷമമൊക്കെ മാറിയോ, ചേച്ചി സത്യങ്ങളെല്ലാം എല്ലാവരുടെയും തുറന്നു പറഞ്ഞോ, ചേച്ചി എന്തോ ഒരു രഹസ്യം മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടെന്നുള്ള കാര്യം എനിക്ക് കുറേ നാളായിട്ട് തോന്നിയിട്ടുണ്ട്,
മോളെ നിന്നെ വിളിച്ചത് എനിക്കൊരു ആശ്വാസമായെന്നും കുറേ നാളുകൊണ്ട് എൻ്റെ മനസ്സിൽ കൊണ്ടുവരുന്ന വലിയൊരു ഭാരം ഞാൻ ഇന്ന് ഇറക്കി വെച്ചു. ഞാൻ കെ നായരുടെ പ്ലാന്റ് അനുവദിച്ചു കൊടുത്തത് അഴിമതിക്കാരിയായതിൻ്റെ പേരിനാണെന്ന അച്ഛൻ ഇതുവരെ വിചാരിച്ചിരുന്നത്. എന്നാൽ അതല്ലെന്നും ഞാൻ എന്തുകൊണ്ടാണ് അതിന് അനുമതി കൊടുത്തതെന്നുള്ള സത്യം ഇന്ന് ഞാൻ എൻ്റെ അച്ഛനോട് തുറന്നു പറഞ്ഞു. ചേച്ചി എന്തൊക്കെയായി പറഞ്ഞു വരുന്നത്? അപ്പം ചേച്ചി മനസ്സോടെയല്ലേ ആ പ്ലാന്റിന് അനുമതി കൊടുത്തത്? എൻ്റെ കൂട്ടുകാരികൾ പലരും ചേച്ചി ഇതിൻ്റെ പേര് വെറുക്കുന്നുണ്ട്. സത്യം പറ ചേച്ചി, ആരാ ചേച്ചിയോട് പ്ലാന്റ് അനുവദിക്കാൻ പറഞ്ഞ് ശുപാർശ ചെയ്തത് എന്ന് ചോദിക്കുമ്പം നന്ദൻ്റെയും പ്രഭാവതിയുടെയും പേര് പറയുന്നുണ്ട്. അത് കേട്ട് ആകെ ഞെട്ടിവിറച്ചിരിക്കുന്ന ശാരി കാണിക്കുന്നു. അപ്പോൾ എന്താകുമെന്ന് കാത്തിരിക്കാം. എന്നാൽ സത്യങ്ങൾ അറിയുന്ന ശാരിയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെ തുടർന്നൊരു പ്രശ്നം ഉണ്ടാക്കും. ഇത്രയും വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് ചേച്ചിയെ തള്ളി വിട്ടിട്ട് ഒന്നും അറിയാത്തത് കണക്ക് നിന്ന നന്ദനെയും അതുപോലെ പ്രഭാവതിയും ചോദ്യം ചെയ്യാൻ ശാരികയുടെ ഒറ്റ വാക്കിനാകും. ദേവിയേക്കായാലും ശാരികയ്ക്ക് മനസ്സുറപ്പോടെ ആരോടും എപ്പോൾ വേണമെങ്കിലും സംസാരിക്കാനുള്ള കഴിവും തൻ്റെയോടും ഉണ്ടായതുകൊണ്ട് എന്താകുമെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാത്തിരിക്കാം.